ഹൈദരാബാദി റംസാൻ സ്പെഷ്യൽ ഹലീമിൻ്റെ റെസിപ്പിയാണ് ട്രൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ഒരു 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് പച്ചരി. ഇതൊക്കെ ഞാൻ 1/4 കപ്പ് ഈച്ചാണ് എടുക്കുന്നത്. പച്ചരി ഒരു 1/4 കപ്പ്, നമ്മൾ ദോശക്കൊക്കെ ഉണ്ടാക്കുന്നത്. പിന്നെ ഞാൻ ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ട്. ഒരു കാര്യം പറയട്ടെ, നിങ്ങളടുത്ത് ഈ പരിപ്പൊക്കെ വേണമെന്നില്ല, ഏതെങ്കിലും ഒരു 2-3 ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ഈ സാധനങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ച് പലരും ട്രൈ ചെയ്യാതിരിക്കലുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ കുറച്ച് ഗോതമ്പ് നുറുക്ക്. ഇത് ഗോതമ്പത്തിന് നമ്മൾ ഈ ഉപ്മാവൊക്കെ ഉണ്ടാകുന്ന നുറുക്കാണ്. ഇനി അതല്ലെങ്കിൽ ഇതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗോതമ്പും പൊടിയും ഈ അളവ് തന്നെ ഒന്ന് എടുത്താൽ മതി കേട്ടോ. ഗോതമ്പ് പൊടി വെച്ചിട്ടും ഉണ്ടാക്കാം, ഈ ഇതിൻ്റെ കൂട്ടത്തിൽ അങ്ങ് ഇട്ടാൽ മതി. പിന്നെ മസൂർ ദാല്, ഈ റെഡ് ദാല്, ഇതെല്ലാം കൂടി ഇട്ടാൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. പക്ഷേ ഇതൊന്നും ഇല്ലാന്ന് വിചാരിച്ചിട്ടും 2-3 പരിപ്പുണ്ടെങ്കിൽ അത് വെച്ച് ഉണ്ടാക്കാൻ ഞാൻ പ്രത്യേകം പറയാണ്. പിന്നെ ഉഴുന്ന്, ഇതേ അളവിൽ ഉഴുന്നും കൂടെ എടുക്കുന്നുണ്ട്. പിന്നെ തോരപ്പരിപ്പും കൂടി ഇതിലേക്ക് ഇടുകയാണ്. നിങ്ങളടുത്ത് ഇനി കടലപ്പരിപ്പ് ഉണ്ടെങ്കിൽ അതും ചേർക്കാം. എല്ലാ പരിപ്പുകളും കൂടെ ഇട്ടിട്ട് വേവിക്കാനാണ് ഇതിൻ്റെ സിസ്റ്റം. എല്ലും ഇല്ലാന്ന് വിചാരിച്ചും കുഴപ്പമില്ല. പിന്നെ ഒരു കപ്പ് ഈ 1/4 കപ്പിന് തന്നെ ഓട്സും കൂടി ഇതിലേക്ക് നമ്മൾ ഇട്ട് അരയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇത്ര സാധനങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ പരിപ്പുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഒരു 2-3 പരിപ്പ് കുറവാണെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ഇത് വെച്ച് ഉണ്ടാക്കാൻ പറ്റും. പരിപ്പ് കുറഞ്ഞെന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ ഉണ്ടാക്കാതെ ഇരിക്കരുത്. ഇനി ഇതെല്ലാം കൂടെ നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് കഴുകുകയാണേ. ഇത് കഴുകിയിട്ട് നമ്മളിത് വെള്ളത്തിൽ കുതിർത്തി വെക്കുകയാണ്. ഇപ്പോൾ ഓവർനൈറ്റ് കുതിർത്തിയാലും കുഴപ്പമില്ല, മിനിമം ഒരു 1-2 മണിക്കൂർ എന്തായാലും കുതിർത്തണം, എന്നാലേ നമ്മൾ മിക്സിയിലിട്ട് നല്ല അരഞ്ഞ് കിട്ടുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഇതൊരു 3 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുള്ളതാണ്. ഇനി നിങ്ങൾ ഗോതമ്പ് നുറുക്കിന് പകരം പൊടിയാണെങ്കിൽ ഈ സമയത്തിൽ വെള്ളത്തിൽ ഇടണ്ട, അരയ്ക്കുമ്പോൾ അരച്ചാൽ മതി. ഓട്സും അതേപോലെ മിക്സിയിലിട്ട് അരയ്ക്കുമ്പോൾ അരച്ചാൽ മതി. ഇനി നമുക്ക് പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ വേണം. പച്ചമുളക് കുറച്ച് അധികം എടുക്കുക, എരിവിന് ആവശ്യത്തിന്. എരിവ് കുറച്ച് കൂടുതൽ ഉണ്ടാവണമാണ് ടേസ്റ്റ്. ഇനി നമുക്ക് സ്പൈസസ് വേണം. അതിന് സാഞ്ചീരം എടുത്തിട്ടുണ്ട്, കുറച്ച് പട്ട. ഈ സാഞ്ചീരം എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഹൈദരാബാദ് ഫുഡിലൊക്കെ അധികം ഉണ്ടാവുന്നതാണ്, നമ്മുടെ നാട്ടിലും കിട്ടും. പലരും എന്നോട് ബിരിയാണിയുടെ റെസിപ്പിയൊക്കെ ചോദിച്ചപ്പം സാഞ്ചീരം കിട്ടുമോ, ഇതെന്താന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് കടയിൽ പോയി ചോദിച്ചാൽ ഇവിടെയും കിട്ടുന്നതാട്ടോ. പിന്നെ കുറച്ച് പട്ട വേണം, ഏലക്കായ, കുരുമുളക്, ഇങ്ങനത്തെ കുരുമുളക് ഇടണം, പൊടിയല്ല, അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ കുറച്ച് പൂവ്. ഇനി നമ്മൾ ഒരു 4 ചെറിയ സവാള എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ട് ഇതുപോലെ മുറിച്ചിട്ടുള്ളതാണ്. ഇത് നമ്മൾ എണ്ണയിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഹൈദരാബാദ് ഫുഡിലൊക്കെ നമ്മൾ ഉള്ളി പൊരിച്ചിട്ടിടും, അതാണ് ഇതിൻ്റെ ഒരു നല്ല ടേസ്റ്റ്. അപ്പോൾ നമ്മൾ എല്ലാ സവാളയും നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുക്കറിലാണ് ഹലീം ഉണ്ടാക്കുന്നത്. അപ്പോൾ ചിക്കൻ അതിലിട്ടിട്ട് ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ തന്നെ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് എല്ലാം കൂടെ മിക്സ് ആക്കിയിട്ട് നമ്മളൊരു 2 വിസിലിന് ഇത് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ അടച്ചു വെച്ചിട്ട് 2 വിസിലിന് വേവിച്ചെടുക്കുക. ഇപ്പം നമ്മളെ ചിക്കനൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിന്ന് എല്ല് മാറ്റിയിട്ട് ചിക്കൻ മാത്രം മാറ്റിയെടുക്കുക. അപ്പോൾ നമ്മൾ ഇതിന്ന് ചിക്കൻ കോരിയിട്ട് എല്ല് ഇതിൽ പെടാൻ പാടില്ല കേട്ടോ. അപ്പോൾ എല്ലൊഴുക്ക് ഒഴിവാക്കിയിട്ട് ചിക്കനെ നമ്മൾ ഇതിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കുക. ചിക്കൻ ഇപ്പം നല്ലോണം ഉടയ്ക്കേണ്ട, അവസാനം നമ്മൾ എന്തായാലും ഉടയ്ക്കാനുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ കുതിർത്തി വെച്ചിട്ടുള്ള ഒരു 3 മണിക്കൂർ കുതിർത്തി വെച്ചിട്ടുള്ളതാണ്. ഇത് ഞാൻ മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ്. അപ്പോൾ നല്ലോണം അരഞ്ഞു കിട്ടും. അരയാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക, ഒരുപാട് വെള്ളം ഒഴിക്കരുത്, അപ്പോൾ അരയാൻ ബുദ്ധിമുട്ടാവും. ഇനി ഇത് നമ്മളൊന്ന് അരച്ചെടുക്കുകയാണ് കേട്ടോ. ഇനി ഇത് അരയ്ക്കുമ്പോൾ ഞാൻ ഒരു കാര്യം ഇടാൻ മറന്നു. ഇതിലേക്ക് നമ്മൾ കുറച്ച് കാഷ്യൂ നട്ട്സും ബദാം ഉണ്ടെങ്കിൽ അതും, പിന്നെ ഓട്സ് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ളത്, പിന്നെ നിങ്ങൾ ഗോതമ്പ് നുറുക്കല്ല പൊടിയാണെന്നുണ്ടെങ്കിൽ അതും കൂടെ ഇട്ടിട്ട് നന്നോളം ഒന്ന് അരച്ചെടുക്കണം. ആദ്യം അരയ്ക്കുമ്പോൾ ഞാനത് ഇടാൻ മറന്നായതിനെ, അപ്പം എല്ലാം കൂടെ അരച്ച് വെച്ചു. ഇനി നമ്മൾ സവാള ഇത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് ഈ ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കുക. ഫ്രൈ ചെയ്തതിന് ഒരു 3/4 ഭാഗം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുമ്പോഴും കുറച്ചത് ആഡ് ചെയ്യുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു ചെറിയ നാരങ്ങൻ്റെ പകുതി കഷ്ണം പിഴിഞ്ഞു കൊടുക്കുക. നാരങ്ങ ഇല്ലാന്നുണ്ടെങ്കിൽ തൈരാണെങ്കിൽ ഒഴിക്കുക, ഏതെങ്കിലും ഒന്നുകിൽ തൈര് അല്ലെങ്കിൽ നാരങ്ങ, അത് ചേർത്ത് കൊടുക്കുക. തൈരാകുമ്പോൾ 1 ടേബിൾ സ്പൂൺ ഇട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, എരിവ് നല്ല ഉണ്ടാകുമ്പോഴാണ് ടേസ്റ്റ്, അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് പച്ചമുളക് അധികം ഇടുക. ഇനി സ്പൈസ് ഇഷ്ടമില്ലാത്തവർ കുറച്ചുകൂടി ഇട്ടോ. പിന്നെ നേരത്തെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള സ്പൈസസ് എല്ലാം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ അരപ്പ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന അരപ്പും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ആ മിക്സി ഒന്ന് ചുഴറ്റിയിട്ട് ആ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു വെക്കുക. പിന്നെ ഒരു കാര്യം, ഇതിലെ പരിപ്പും അരിയും ഒക്കെ വേവുമ്പം വലുതാവുന്നതാണ്, അപ്പം നമ്മൾ നല്ലോണം വെള്ളം ഒഴിച്ചു കൊടുക്കണം. കുറച്ച് കുരുമുളക് പൊടിയും കൂടി
ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പ് കുറയരുത് കേട്ടോ, ആവശ്യത്തിന് അതിന് ഉപ്പിടണം. ഇനി ഇതിൽ നല്ലോണം മിക്സ് ചെയ്ത് നമുക്കിതിൽ നല്ലോണം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത്ര വെള്ളമൊന്നും പോരാ, നല്ല ഒഴിച്ച് നോക്കുമ്പോൾ നല്ല പച്ചവെള്ളം പോലെ തന്നെ കിടക്കണം, കാരണം അത്രക്ക് ഒഴിക്കണം. എന്നാലേ ഇത് കുക്കായി വരുമ്പം കട്ടൊന്നും പിടിക്കാതെ അടി പിടിക്കാതെ വരുള്ളൂ. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ പിശുക്കുകയെ വേണ്ട, കാരണം ഞാൻ ആദ്യത്തെ പ്രാവശ്യം ഉണ്ടാക്കിയപ്പം അടി പിടിച്ചിട്ടുണ്ടായിരുന്നു വെള്ളം കുറഞ്ഞിട്ട്. അപ്പോൾ നല്ലോണം നമ്മൾ എത്ര ഒഴിച്ചാലും നമുക്ക് കൂടിപ്പോയും തോന്നും, പക്ഷെ അങ്ങനെ ഇല്ല. വെന്ത് വരുമ്പോൾ പരിപ്പുകളും ഒക്കെ ആണെങ്കിൽ വലുതാവുന്ന സാധനമാണ്. വെള്ളത്തിന്റെ കാര്യം ഞാൻ വീണ്ടും പറയാണ്, കാരണം വെള്ളം കൂടിയാലേ ഇത് നല്ല അടി പിടിക്കാതെ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ പച്ചവെള്ളം പോലെ തന്നെ കിടക്കണം, നല്ലോണം ഒഴിച്ചിട്ട്. അത് വിചാരിച്ചിട്ട് ഭയങ്കര കൂടുതൽ ഒഴിച്ചിട്ട് കൊളാക്കും ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഇനി നിങ്ങൾ കുക്കാകുമ്പോൾ വെള്ളം ഇല്ലാന്ന് തോന്നുകയാണെങ്കിൽ പിന്നെ ഒന്ന് വിസിൽ പോയിട്ട് തുറന്ന് നോക്കിയിട്ട് ചൂടുവെള്ളം ഒഴിച്ചിട്ടാക്കിയാലും മതി. ആദ്യം തന്നെ അതിന് നിൽക്കണ്ട, നല്ലോണം വെള്ളം ആദ്യം തന്നെ ഒഴിച്ചോളൂ കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കണം. ഇനി ഇത് വീട്ടിലുണ്ടാക്കിയ നെയ്യാണ്, അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി നെയ്യ് ഇല്ലാന്നുണ്ടെങ്കിൽ സവാള പൊരിച്ച ഓയിലോ വേറെ ഏതെങ്കിലും ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി, വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കണ്ട കേട്ടോ. ഇനി ഇത് നമ്മൾ അടച്ചു വെച്ചിട്ട് ഒരു വിസിൽ വരുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടും പിന്നെ ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് ഒരു 2-3 വിസിൽ വരുന്നത് വരെയും വേവിച്ചെടുക്കുക. പിന്നെ നമ്മൾ ഇത് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ വെള്ളം കുറഞ്ഞെന്ന് തോന്നുകയാണെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചാൽ മതി, പച്ചവെള്ളം ഒഴിക്കരുത്. ഒന്ന് ഇളക്കി ഇങ്ങനെ കൊടുത്തിട്ട് ആക്കിയാൽ മതി. ഇനി ഇത് വിസിലൊക്കെ പോയി നമ്മൾ തുറന്ന് നോക്കുകയാണ്. അപ്പം നമ്മുടെ ഹലീമ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇതാ നല്ലോണം ഇതായിട്ടുണ്ട്. അപ്പം നല്ലോണം ഇളക്കി കൊടുക്കുക. ഇനി ഇത് നല്ലോണം ഉടയ്ക്കണം കേട്ടോ. നിങ്ങൾക്ക് ഈ സ്പൂണ് വെച്ചിട്ട് തന്നെ നല്ലോണം മിക്സ് ആക്കി കൊടുത്താൽ മതി. അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും പൊട്ടാറ്റോ സ്മാഷറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നല്ലോണം ഉടച്ചു കൊടുക്കുക. കാരണം ഈ ചിക്കനും പിന്നെ ആ എല്ലാ സ്പൈസും ഇതിൽ നല്ലോണം ഒന്ന് മിക്സ് ആവുമ്പോഴാണ് ആ ടേസ്റ്റ് കറക്റ്റ് കിട്ടുക. അപ്പോൾ ഇതുപോലെ തന്നെ നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഹലീമ ശരിക്കും ഇതൊരു ഫുൾ ഡേ പ്രോസസ്സാണ്. ഹൈദരാബാദിൽ ഒരു വലിയ ചെമ്പിലൊക്കെ ഇട്ടിട്ട് ഒരു ദിവസം മൊത്തം ഉള്ളതാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഹലീം റെഡി ആയിട്ടുണ്ട് ഇത്ര ചെറിയ സെറ്റപ്പിൽ. ഇപ്പം നമ്മളൊരു ഫ്രണ്ട് ഉണ്ട് സഫ്ലാത്തൻ്റെ റെസിപ്പി കണ്ട് ഇൻസ്പയർ ആയിട്ട് ഞാൻ ചെയ്തിട്ടുള്ളതാണിത്. അപ്പോൾ താങ്ക്സ് ടു സഫ്ലാത്ത. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. പിന്നെ ഇൻസ്റ്റഗ്രാമിലും കൂടെ ഫോളോ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ അപ്ഡേറ്റ്സ് കാണാൻ പറ്റും.